സമാനതകളില്ലാത്ത കഴിവുകളുടെ നിറകുടങ്ങളായ ക്രിയാത്മകമായ ആശയങ്ങളുടെ കലവറയായ പ്രിയപ്പെട്ട സഖ്യം കൂട്ടുകാരെ, നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് അല്പനേരം സംവദിക്കുന്നത്. ഏറെ സ്നേഹബഹുമാനമുള്ള അഖില കേരള ബാലജന സഖ്യം കായംകുളം യൂണിയൻ്റെ രക്ഷാധികാരി, ശക്തമായ നേതൃത്വവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ബഹുമാനപ്പെട്ട എം ബഷീർ സാർ, ബഹുമാനമുള്ള ഡോക്ടർ ജോൺ എബ്രഹാം സർ, ബാലജന സഖ്യത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന ബഹുമാനമുള്ള സഹകാരിമാർ, സഖ്യത്തിൻ്റെ ഏറ്റവും ചുണക്കുട്ടികളായ കായംകുളം യൂണിയൻ്റെ ലീഡേഴ്സ്, ബാലജന സഖ്യത്തിൻ്റെ അംഗങ്ങളായ കാവൽ ഭടന്മാരായ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് കഴിവുകളുള്ള പ്രിയപ്പെട്ട സഖ്യം കുടുംബാംഗങ്ങളെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് സംവദിക്കുന്നത് എന്ന് പറയാൻ കാരണമുണ്ട്. എനിക്കൊരുപാട് മനോഹരമായ ഓർമ്മകൾ, നല്ല നിമിഷങ്ങൾ തന്ന യൂണിയനാണ് കായംകുളം യൂണിയൻ. എനിക്കൊത്തിരി ഇഷ്ടമുള്ള യൂണിയനാണ് സഖ്യത്തിൻ്റെ സ്ട്രോങ് ആയ കായംകുളം യൂണിയൻ. ബാലജന സഖ്യത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി 2017-18 പ്രവർത്തന വർഷം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് യൂണിയനുകൾ സന്ദർശിക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ലഹരി വിരുദ്ധ പോരാട്ട വർഷാചരണം, അതിൻ്റെ കായംകുളം യൂണിയൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് കായംകുളത്ത് വരുവാനിടയായി. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളുമായി ഏകദേശം 1 മണിക്കൂറോളം ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റി. ദാറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് ആൻഡ് മെമ്മറബിൾ മൊമെൻറ്റ്സ് ഇൻ മൈ ലൈഫ്. വളരെ ആക്റ്റീവായിട്ടുള്ള, ഒരുപാട് ക്രിയാത്മകമായ ആശയങ്ങളുള്ള, മനസ്സിൽ നന്മയുള്ള, സ്നേഹമുള്ള, ഒത്തിരി നല്ല കഴിവുകളുള്ള ഏറ്റവും പ്രിയപ്പെട്ട മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് കായംകുളം യൂണിയൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദേ ആർ ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദിസ് നേഷൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ ഒരു കുഞ്ഞുകുട്ടി ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. സർ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അബ്ദുൽ കലാം സാർ ഒരുപാടൊന്നും ചിന്തിക്കാതെ തന്നെ സാർ പെട്ടെന്ന് മറുപടി പറഞ്ഞു, യു ആർ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഓഫ് ദ വേൾഡ്. എന്നിട്ട് സാർ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് ദ യൂത്ത് ആൻഡ് ദ ചിൽഡ്രൻ ആർ ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, എബോവ് ദ എർത്ത്, അണ്ടർ ദ എർത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത്തരത്തിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും കഴിവുറ്റ കുട്ടികളാണ് എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. ഈ ഒരു കോവിഡ് കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കായംകുളം യൂണിയൻ സംഘടിപ്പിച്ചു എന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. പ്രത്യേകിച്ച് മോട്ടിവേഷൻ ക്ലാസ്സസും അതുപോലെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസും എല്ലാം ഓൺലൈനായി നടത്തുന്നതോടൊപ്പം കായംകുളം യൂണിയൻ ഗാനാലാപന മത്സരം കൂടെ നടത്തി എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മനസ്സിൽ നന്മയുള്ളവർക്ക്, അലിവുള്ളവർക്ക്, ഉള്ളിൽ ദൈവിക അനുഗ്രഹവും ചൈതന്യവുമുള്ളവർക്ക്, മറ്റുള്ളവർക്ക് തണലാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അറിഞ്ഞു നൽകുന്ന വലിയ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വാഗ്ദാനമാണ് കല. സംഗീതം എന്നത് വാക്കുകളിലൂടെ വർണ്ണിക്കുവാൻ പറ്റില്ല. കാരണം ഈ ലോകത്തിൽ മുഴുവൻ സംഗീതമയമാണ്. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം തന്നെ കണക്കിലാണ് എന്ന സ്ഫടികം സിനിമയിലെ ഡയലോഗ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ, നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയൊക്കെ ഹൃദയം സംഗീതം തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ഭാഷയ്ക്ക് ഒരു താളമുണ്ട്. നമ്മുടെ സംസാര ശൈലിക്ക്, 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഒരു ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സംസാര രീതിക്ക് തന്നെ ഒരു താളമുണ്ട്. നമ്മുടെ പ്രകൃതിയുടെ ഓരോ ചലനങ്ങൾക്കും, മഴ പെയ്യുന്നതായിക്കോട്ടെ, മഞ്ഞുതുള്ളി വർഷിക്കുന്നതായിക്കോട്ടെ, എല്ലാത്തിനും ഒരു താളമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി തന്നെ ഒരു സംഗീതാത്മകമായ ചലനത്തിനാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ആ സംഗീതത്തെ അഭ്യസിക്കുവാൻ ശ്രമിക്കുന്നത്, തൊട്ടറിയുവാൻ ശ്രമിക്കുന്നത്, ജീവിതത്തിൽ വിനയം കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം എങ്ങനെയാണ് ശരിക്കും നമ്മൾ അറിവിനെ ആദ്യമായിട്ട് അഭ്യസിക്കുന്നത്. നമ്മൾ ഗുരുക്കന്മാരുടെ മുമ്പിൽ പോയി നമ്മൾ കൈകൂപ്പി അവരുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ച് ഹരിശ്രീ ഗണപതായേ നമ എന്ന് മണലിൽ എഴുതും അല്ലേ. മണലിൽ എഴുതുന്നത് എന്തിനാണ്? ഭൂമിയും നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ശരിക്കും നമ്മൾ മണലിലാണ് നമ്മൾ ആദ്യം അക്ഷരം എഴുതി തുടങ്ങുന്നത് അല്ലേ. ശരിക്കും വി ആർ കിസ്സിങ് ദ സാൻഡ് വിച്ച് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഏതൊരു സംഗീതജ്ഞനും അല്ലെങ്കിൽ സംഗീതം അഭ്യസിക്കുന്ന ഒരാളും ഗുരുസന്നിധിയിൽ കൈകൂപ്പി അനുഗ്രഹം മേടിച്ചിട്ടാണ് സംഗീതം അല്ലെങ്കിൽ ഏതൊരു കലയും അഭ്യസിക്കുന്നത്. സംഗീതത്തെ കേവലം ഒരു മത്സരമായി കാണുന്നതിനപ്പുറം സംഗീതത്തെ ഒരു ദൈവീക കലയായിട്ടും പാട്ടുപാടാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ ഇരിക്കുവാനായിട്ടുള്ള ഒരു ഉയർന്ന ബോധചിന്തയും അല്ലെങ്കിൽ ബോധ്യവും നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഈ ഒരു കോവിഡ് കാലത്ത് നമുക്കറിയാം, നമ്മളൊക്കെ പലരും ഈ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഡിവോഷണൽ സോങ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിലിം സോങ് ആണെങ്കിലും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ സംഗീതം കേട്ട് ആസ്വദിക്കാറുണ്ട്. നമുക്കറിയാം മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്. മനനം ചെയ്യുന്നവൻ അഥവാ ചിന്തിക്കുന്നവൻ എന്നുള്ളതാണ് മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ആരാണ് നല്ല മനുഷ്യൻ? ഞാൻ വളരെ ലളിതമായി അതിനുത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഗീതത്തെ ഇഷ്ടപ്പെടുകയും കലകളെ പ്രണയിക്കുകയും കലാകാരനെ ബഹുമാനിക്കുകയും ഉള്ളിൽ നന്മയും അലിവും സ്നേഹവും സഹാനുഭൂതിയും ഉള്ളവരാരൊക്കെയാണോ അവരെല്ലാം നല്ല മനുഷ്യരാണ്. സ്വഭാവശുദ്ധിയും അർപ്പണബോധവും ദൃഢനിശ്ചയവും കഠിന പ്രയത്നവുമാണ് ഏത് കലകളുടെയും ആധാരശില. അതിൽ പ്രത്യേകിച്ച് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് സംഗീതം എന്നുള്ളത്. അതൊരു വലിയ തപസ്യയാണ്. ശ്രദ്ധിച്ചാൽ മതി, നല്ല സംഗീതജ്ഞരായിട്ടുള്ള കലകളെ ഏറ്റവും വിനയത്തോടും ബഹുമാനത്തോടും കൂടെ സ്വീകരിക്കുന്ന വ്യക്തികൾ വളരെയധികം ബെനവലൻറ്റ്, ഹ്യൂമിലിറ്റി, ഓണസ്റ്റി, സത്യസന്ധത, ഇങ്ങനെ 3 സദ്ഗുണങ്ങൾ ഉള്ളവർ തന്നെയായിരിക്കും. മ്യൂസിക് ഈസ് ദ മെഡിസിൻ ഓഫ് മൈൻഡ് എന്നാണ് സാധാരണഗതിയിൽ നാം പറയാറുള്ളത്. വേദനയും ഭീതിയും ഉത്കണ്ഠയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ പുത്തൻ പ്രതീക്ഷകളും സന്തോഷവും ധൈര്യവും പ്രത്യാശയും ഒക്കെ നൽകുവാനായിട്ട് സംഗീതം നമുക്ക് സഹായിക്കും. നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഒരുപാട് പേര് അല്ലേ, നമ്മളെ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പാട്ട് കേൾക്കുവാനായിട്ട് നമ്മൾ സാധിച്ചല്ലേ. ശരിക്കും ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാനായിട്ട് ഇറ്റ് ബ്രിങ്സ് ആൻഡ് ഫിൽസ് അവർ മൈൻഡ്സ് ആൻഡ് ഹേർട്ട് വിത്ത് പോസിറ്റിവിറ്റി. അതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ആശ്വാസത്തിൻ്റെ ആരാമത്തിലേക്കും പ്രതീക്ഷകളുടെ മരുപ്പച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മരുഭൂമിയിലൂടെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നടന്നു പോകുകയാണ്. അവർ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒരു വാനമ്പാടിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ഒരു മനോഹരമായ സംഗീതം ദൂരത്ത് നിന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ആ സംഗീതം കേൾക്കുന്ന സമയത്ത് ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആ സഞ്ചാരികൾക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും. ഇതുപോലെ തന്നെയാണ് സംഗീതവും. ഉദാഹരണത്തിന് ഈ ഗാന മത്സരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കുട്ടികൾ പാടുമ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഗീവ്സ് ദം ഹാപ്പിനെസ് ആൻഡ് ഇറ്റ് ട്രാൻസെൻഡ്സ് ഹാപ്പിനെസ് ടു ഓൾ ദ ഓഡിയൻസസ്. അതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിനൊരു വലിയ മാഗ്നറ്റിക് പവറുണ്ട്. അതൊരു കാന്തശക്തിയാണ്. അതൊരു കാറ്റലിസ്റ്റാണ്. എന്തിൻ്റെ കാറ്റലിസ്റ്റ്? പോസിറ്റിവിറ്റിയുടെ, ഹോപ്പിൻ്റെ കാറ്റലിസ്റ്റ്, പ്രേരകശക്തി അല്ലെങ്കിൽ ചാലകശക്തി തന്നെയാണ് സംഗീതം. എനിക്കെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, സംഗീതാലാപന മത്സരമാണ് നമ്മൾ നടത്തിയത് എങ്കിൽ പോലും അതൊരു മത്സരത്തെക്കാളെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം ആക്കിയാണ് നിങ്ങളതിനെ കാണേണ്ടത്. മത്സരബുദ്ധിയോടുകൂടി ഒരിക്കലും സംഗീതത്തെ നമ്മൾ സമീപിക്കുവാനായിട്ട് ഇടയാകരുത്. മറിച്ച് എൻ്റെ ഉള്ളിലുള്ള
കഴിവിനെ കണ്ടെത്തുവാനും അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുവാനും കിട്ടുന്ന ഒരവസരമാണ് ഓരോ മത്സരവും എന്ന ചിന്തയോടും വിവേകത്തോടും കൂടെ ഇനിയുള്ള ഓരോ മത്സരങ്ങളിലും പങ്കെടുക്കുവാനായിട്ട് ഓരോ കുട്ടികളും തയ്യാറാകണം, മനസ്സിലാക്കണം, അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരനുഭവം പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടുമാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പപ്പ, അമ്മ, അപ്പച്ചൻ, അമ്മച്ചി ഇവരെല്ലാം തന്നെ സംഗീതം എന്നെ അഭ്യസിപ്പിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ഓടനാവട്ടത്തുള്ള രാജൻ കുസ്മിക് സാറിൻ്റെ കീഴിൽ മ്യൂസിക്കിൻ്റെ ബേസിക്സും അതുപോലെ തന്നെ പിയാനോവും പഠിപ്പിക്കാനായിട്ട് എന്നെ അങ്ങോട്ടേക്ക് അയച്ചു. 7ാം ക്ലാസ് തൊട്ടാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തെ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒപ്പം 4-5 കുട്ടികളുണ്ട്. അങ്ങനെ നിങ്ങൾ ഓർഗൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. ആ സമയത്ത് സാറ് പറഞ്ഞു, നമുക്ക് അല്പനേരം സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞ് സാറ് ഒരു കസേര ഇട്ടിരുന്നു. ഞങ്ങളെല്ലാവരും ചുറ്റിലും ഇരുന്നു. അപ്പോൾ സാറ് ഓരോ കുട്ടികൾക്കും ഒരു വിഷയം കൊടുത്തു. എന്നിട്ട് അതിനെക്കുറിച്ച് 2 മിനിറ്റ് എക്സ്റ്റംപോർ പ്രസംഗിക്കുവാനായിട്ട് പറഞ്ഞു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു എക്സ്റ്റംബർ പറയുന്നത്. അതിനു മുമ്പ് വരെ നേരത്തെ തന്ന പ്രസംഗങ്ങൾ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പെർട്ടിക്കുലർ വിഷയം തന്ന് പെട്ടെന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന എക്സ്റ്റംബോർ പ്രസംഗം ഞാൻ ആദ്യമായി പറയുന്നത് എൻ്റെ 8ാം ക്ലാസ്സിൽ വെച്ചാണ്. എനിക്ക് കിട്ടിയ വിഷയം സ്നേഹം എന്നുള്ളതാണ്. 2 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു. 2 മിനിറ്റാണ് സാർ തന്നെയെങ്കിലും ഏകദേശം ഒരു 3.5-4 മിനിറ്റ് വരെ ഞാനന്ന് സംസാരിക്കാൻ ഇടയായി. അന്ന് സാർ എന്നോട് പറഞ്ഞു, മോനെ, നിൻ്റെ ഉള്ളിൽ പ്രസംഗിക്കുവാനുള്ള വലിയ കഴിവുണ്ട്, അത് നീ വളർത്തിക്കൊണ്ടുവരണം. അത് ദൈവം തന്ന വലിയൊരു കഴിവാണ്, നീ അത് പ്രോത്സാഹിപ്പിക്കണം, നീ മാക്സിമം എഫർട്ട് ഇടണം, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഉള്ളിലുള്ള എക്സ്റ്റംബർ എന്നൊരു ടാലൻറ്റിനെ എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത്. എന്നിട്ട് സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, സംഗീതം എന്നുള്ളത് സ്നേഹമാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്കെല്ലാം സ്നേഹം എന്ന വിഷയം തന്നെ പ്രസംഗ വിഷയമായി സാർ നൽകിയത്. The language of music is love. You have to taste the flavor of love. That is equivalent to tasting the flavor of music and all forms of art. ഈ ഒരു കോവിഡ് കാലത്ത് ക്രിയാത്മകവും ഒപ്പം മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഏറ്റവും പ്രിയപ്പെട്ട കായംകുളം യൂണിയൻ്റെ ലീഡേഴ്സിനെ ഏറെ സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കുവാനായിട്ട് ഈ ഒരു സമയം ഞാൻ എടുക്കുകയാണ്. ഗാനാലാപന മത്സരം പ്രത്യേകിച്ച് സംഘടിപ്പിച്ച യൂണിയൻ്റെ ലീഡേഴ്സിനെയും പ്രവർത്തകരെയും ഏറെ വിനയത്തോടുകൂടി അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു കോവിഡ് സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി സംഗീതത്തെ രുചിച്ചറിയുവാനായിട്ടും സംഗീത മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ടും കാണിച്ച നിങ്ങളുടെ നല്ല മനസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഈ അനുഭവം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിലെ ആ കഴിവിനെ കണ്ടെത്തിയത് എൻ്റെ സംഗീത ഗുരുവായ രാജൻ കുസ്മിക് സാറാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, സംഗീതത്തെ സ്നേഹിക്കുവാനും നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തുവാനും ഹു ആം ഐ, വാട്ട് ആർ മൈ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്, ഇതൊക്കെ തിരിച്ചറിയുവാനായിട്ടും ഈ ഒരു കോവിഡ് കാലം നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുവാണ്. നിങ്ങളെ തന്നെ കണ്ടെത്തുവാനായിട്ടുള്ള, നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ടാലൻറ്റുകളെ കണ്ടെത്തി അതിനെ ബ്രിങ് ഔട്ട് ചെയ്യുവാനായിട്ടുള്ള ഗോൾഡൻ ടൈമാക്കി ഈ ഒരു കോവിഡ് കാലത്തെ മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നവനാണ് ശരിക്കും ജീവിതത്തിൽ വിജയം നുണയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു വലിയ മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ വലിയ ക്ലാസ് ഒന്നും നൽകി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും 1-2 ചെറിയ ചിന്തകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം 2020 ഞാൻ എൻ്റെ കോളേജ് ലൈഫ്, ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥിയായി ഗ്രിഗോറിയൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്. ഒരുപാട് ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം ഡിഗ്രി ലൈഫ് തീരുകയാണ്, കോളേജ് ടൂർ പ്ലാൻ ചെയ്യണം, അപ്പോൾ നമ്മളെല്ലാവരും ടീച്ചേഴ്സിനോടൊപ്പം യാത്രയൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് കോവിഡ് കേസസ് രൂക്ഷമായി അതിൻ്റെ ഭാഗമായിട്ട് അടച്ചിടുന്ന ലോക്ക്ഡൗണിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഊഹിക്കാൻ പറ്റും. 2 കാര്യങ്ങൾ ജീവിതത്തിൽ സുനിശ്ചിതമാണ്.
ടു സീസ് ആർ യൂണിവേഴ്സൽ ഇൻ യുവർ ലൈഫ്. നമുക്കറിയാം സി ഫോർ കാറ്റ് അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലേ. ടു സി, വൺ ഈസ് ചലഞ്ച് ആൻഡ് ദ അതർ ഈസ് ചേഞ്ച്. ഒന്ന് ചലഞ്ച്, പ്രതിസന്ധി എന്നുള്ളത് ജീവിതത്തിൽ സുനിശ്ചിതമാണ്. രണ്ട്, ചേഞ്ച്, മാറ്റം എന്നുള്ളത് ലൈഫിൽ സുനിശ്ചിതമാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ചലഞ്ചുമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു ചേഞ്ചുമാണ് ഈ ഒരു കോവിഡ് കാലം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധിയെ നമ്മുടെ ഉള്ളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി, ഓൺലൈനായി ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സാധ്യതകളെ എല്ലാം പ്രയോജനപ്പെടുത്തി നമ്മുടെ അക്കാഡമിക്കിലും നമ്മുടെ കോസ്കോളാസ്റ്റിക് ഏരിയാസും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ട് ഈ ഒരു കോവിഡ് കാലത്ത് പ്രത്യേകം നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തുവാനായിട്ട് സാധിക്കണം. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോവിഡ് കാലത്ത് പഠിച്ചല്ലേ. നമ്മളൊക്കെ അകലങ്ങളിൽ ഇരുന്നുകൊണ്ട് അടുക്കുകയാണ്. ഹൃദയബന്ധുക്കളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുക അല്ലേ. ലൈവ് സ്ട്രീമിംഗ്, ഗൂഗിൾ മീറ്റ്, സൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോവിഡ് കാലത്തിലൂടെ അല്ലേ. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഒരു 20 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 30 വർഷത്തിന് ശേഷമല്ലേ നമ്മൾ ഗൂഗിൾ മീറ്റോ സൂമോ ഒക്കെ പരിചയപ്പെടും. കോവിഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മീറ്റും സൂമും ഒക്കെ പരിചയപ്പെടാനായിട്ട് നമ്മളെ സഹായിച്ചു അല്ലേ. എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ, അതിനൊരു പോസിറ്റീവ് രീതിയിൽ കോവിഡ് മുഖാന്തരം നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വി ആർ ട്രാവലിംഗ് 20 അല്ലെങ്കിൽ 25 ഇയേഴ്സ് എഹെഡ് ടൈം. കാലത്തിന് 25 വർഷം മുന്നേ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റും സൂമും ഒക്കെ നമ്മൾ ഇപ്പോഴേ പരിചയപ്പെട്ടത് എന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊരു ഇടുങ്ങിയ അല്ലെങ്കിൽ ഇരുട്ടുള്ളൊരു മുറിയിൽ ഒരു മനുഷ്യനെ അടച്ചിട്ടിരിക്കുകയാണ്. ആ മുറിയുടെ ഒരു ജനാല, ഒരു വിൻഡോ തുറന്നു കൊടുത്തു. ആ മനുഷ്യൻ താഴേക്ക് നോക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു ചെളിക്കൂമ്പാരമാണ്. അതേസമയം മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സൂര്യനെയാണ്. ആ മനുഷ്യൻ രാത്രിയിലാണ് നോക്കുന്നതെങ്കിൽ, ഇരുട്ടുള്ള സമയമാണെങ്കിൽ പോലും രാത്രിയിൽ താഴേക്ക് നോക്കുമ്പോൾ ഇരുട്ടാണ് കാണുന്നതെങ്കിലും ഉയരത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ കാണുന്നത് എന്താണ്? താരങ്ങളാണ്, അല്ലെങ്കിൽ താരകങ്ങളാണ്, സ്റ്റാർസ് ആണ് അല്ലേ. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. നമ്മുടെ മുമ്പിലൊരു ക്രൈസിസ് ഉണ്ട്, നമ്മുടെ മുമ്പിലൊരു വെല്ലുവിളിയുണ്ട്, നമ്മുടെ മുമ്പിലൊരു പ്രയാസമുണ്ട്. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പേർ ധീരമായി നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ സേഫായിട്ട് നമ്മുടെ വീടുകളിലിരിക്കുന്നത് അല്ലേ. ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, സോഷ്യൽ വർക്കേഴ്സ്, ടീച്ചേഴ്സ്, ഡെയിലി വർക്കേഴ്സ് ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഒരുപാട് പേരാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി കാലത്തും ധീരമായി നിലപാട് സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി തണലാകുവാനായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ ശ്രമങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സേഫായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളായ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യു ഹാവ് ടു ബി ജുഡീഷ്യസ് ടു യുവർ ഫീൽഡ്സ് ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ പഠനത്തോട്, നിങ്ങളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളോട് കൂറു പുലർത്തി നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ തന്നെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഈ ഒരു കോവിഡ് കാലം പ്രവർത്തിക്കുവാനായിട്ട്, സമയം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പറയുകയാണ്. ചെറിയ ചിന്തകൾ മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ട്യൂഷൻ പഠിപ്പിച്ചത് ജീന വർഗീസ് എന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചി ഇപ്പോൾ PhD പോളണ്ടിൽ ചെയ്യുകയാണ്. അങ്ങനെ ചേച്ചി ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ജോർജെ, നിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തികൾ ഞാൻ അന്ന് പറഞ്ഞത് മലാല യൂസഫ്സായി, ഡോക്ടർ APJ അബ്ദുൽ കലാം, അതുപോലെ മദർ ടെറേസ. ഈ 3 പേരുകൾ ഞാൻ പറഞ്ഞു. ഒപ്പം മഹാത്മാ ഗാന്ധിജിയുടെ പേരും പറഞ്ഞു. ഉടനെ ജീന ചേച്ചി എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ അവരെ ഇഷ്ടപ്പെടാൻ കാരണം? ഞാൻ പറഞ്ഞു, ദേ ലെഡ് എ സിമ്പിൾ ലൈഫ്, ഹ്യൂമാനിറ്റേറിയൻ ലൈഫ്. അതുകൊണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടപ്പെടാൻ കാരണം. ദേ ഡിഡ് ഓൺലി വാട്ട് ദേ സെഡ് ആൻഡ് ദേ സെഡ് ഓൺലി വാട്ട് ദേ ഡിഡ്. അവർ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നുള്ളൂ. അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തിരുന്നു.
ഞാൻ ഈ 4 പേരുടെ കാര്യവും ചേച്ചിയെടുത്ത് സംവദിച്ച ശേഷം ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഈ 4 പേരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മായാത്ത, മറക്കാനാകാത്ത ഒപ്പ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിടാൻ സാധിച്ച വ്യക്തികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4 പേരുകൾ. എന്നിട്ട് ജീന ചേച്ചി എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ആ വാക്കുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: വളരെ കുറച്ചു കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ക്രിയാത്മകമായി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എങ്ങനെ നമ്മുടെ സമയത്തെ വിനിയോഗിക്കുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പാഷൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ സംഭവിക്കുന്നതൊക്കെ ഇതിനെ ആശ്രയിച്ചാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മായാത്ത ഒപ്പിടുവാനായിട്ട്, മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ക്രിയാത്മകമായി സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഒന്ന് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ശാന്തമായിട്ട് ചിന്തിക്കണം. യു ആർ ബോൺ ടു ബ്ലോസം. വിടരേണ്ട പൂമൊട്ടുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഉള്ളിലൊക്കെ അസാധ്യമായിട്ടുള്ള കഴിവുകളുണ്ട്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നുള്ള പുസ്തകം തന്നെ അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ എഴുതിയത്. ഡോക്ടർ കലാം ഏറ്റവും കൂടുതൽ സംബന്ധിച്ചത് കുട്ടികളോടാണ്. കാരണം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ അസാധ്യമായ സാധ്യതകളുണ്ട്. ലോകത്തെ തന്നെ സ്വാധീനിച്ച ഏറ്റവും മനോഹരമായ വർക്കുകൾ ലോകത്തിന് സംഭാവന ചെയ്ത വില്യം ഷേക്സ്പിയറിൻ്റെ 4 പ്രസിദ്ധമായ ദുരന്ത നാടകങ്ങളിൽ ഒന്നായ ഹാംലെറ്റിൽ പറയുന്നത് ഇതാണ്: വാട്ട് എ പീസ് ഓഫ് വർക്ക് ഈസ് മാൻ, ഹൗ നോബിൾ ഇൻ റീസൺ, ഹൗ ഇൻഫിനിറ്റ് ഇൻ ഹിസ് ഫാക്കൽറ്റീസ്. അസാധ്യമായ അപാരമായ സാധ്യതകളുടെ നിറകുടമാണ് മനുഷ്യൻ, പ്രത്യേകിച്ച് കുട്ടികളെ അതുകൊണ്ട് വായിക്കുക, വായിച്ച് വളരുക, മുതിർന്നവരുടെ എക്സ്പീരിയൻസസ് കേൾക്കുക, അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല ജീവിതങ്ങളെ, നല്ല അനുഭവങ്ങളെ പകർത്തിയെടുത്ത് നന്മയുള്ളവരായി, അലിവുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം ഫോസിൽസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ഫോസിൽസ് എല്ലാം പെർമനൻറ്റ് സിഗ്നേച്ചേഴ്സ് ആണെന്നാണ് നമ്മൾ ബയോളജിയിൽ അതുപോലെ തന്നെ നമ്മുടെ സയൻസിലൊക്കെ പഠിച്ചത്. നമ്മൾ ഈ ഭൂമിയിൽ അല്പകാലം മാത്രം ജീവിക്കുന്നുള്ളൂ എങ്കിൽ പോലും നമ്മുടെ മായാത്ത ഫുട് പ്രിൻറ്റ്സ് ഇവിടെ വെച്ചിട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, മായാത്ത ഒപ്പ് ഇടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, മനോഹരമായ പ്രബോധന ചിന്തകൾ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമായി. നമ്മൾ കാറ് പഠിക്കുന്ന സമയത്ത് ABC ഓഫ് എ കാർ, A ഫോർ ആക്സിലേറ്റർ, B ഫോർ ബ്രേക്ക് ആൻഡ് C ഫോർ ക്ലച്ച് നമ്മൾ പഠിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട 5 C's ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് വളരെ പെട്ടെന്ന്. 1. ഫസ്റ്റ്, C ഫോർ ക്യാരക്ടർ എക്സലൻസ്, സ്വഭാവശുദ്ധി. ബാലജനസഖ്യം അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും ഒരു വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് ക്യാരക്ടർ എക്സലൻസ്. അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ചുറ്റുപാട്, എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് വി ലീവ് ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് വി ചൂസ് ടു ലീവ്. അത് രണ്ടും ഓഫ് കോഴ്സ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യും, ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങൾ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, വാല്യൂ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം അതിനെ ബാധിക്കുന്ന, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. എനിക്ക് പറയാനായിട്ടുള്ളത്, കുട്ടിക്കാലത്ത് നമ്മളെ ഓർപ്പിച്ച നമ്മുടെ പേരൻസും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ ഓർപ്പിച്ചൊരു കാര്യമാണ്: ഇഫ് മണി ഈസ് ലാസ്റ്റ്, നത്തിങ് ഈസ് ലാസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലാസ്റ്റ്, സംതിങ് ഈസ് ലാസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലാസ്റ്റ്, എവറിത്തിങ് ഈസ് ലാസ്റ്റ്. സ്വഭാവശുദ്ധി, നൈർമല്യം, അലിവ് കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതിനോട് ചേർത്ത് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ പഠിപ്പിച്ച ശൈല ടീച്ചർ എപ്പോഴും ആദ്യമായിട്ട് ഓരോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ടീച്ചർ വന്നൊരു ചോദ്യം ചോദിക്കും: എന്താണ് എഡ്യൂക്കേഷൻ? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് പേര് കോട്ട്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കോട്ട്സ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കും. ആ കാര്യം ഞാനങ്ങ് പറയും, അല്ലെങ്കിൽ കുട്ടികൾ പറയും. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ പഠിച്ച മാർ ബസേലിയോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നെ ഞാനാക്കിയ എൻ്റെ സ്കൂളാണ്. എൻ്റെ സ്കൂളിൻ്റെ ഭിത്തിയിൽ മനോഹരമായ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നാണ്: എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ എന്നുള്ള സ്വാമി വിവേകാനന്ദൻ്റെ കോട്ട്. ഞാനിത് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, വെരി ഗുഡ്, വണ്ടർഫുൾ. ഉടനെ ടീച്ചർ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓൺ എഡ്യൂക്കേഷൻ? ജോർജ് എന്താണ് എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്നാൽ എൻ്റെ മനസ്സിൽ വന്ന ആശയങ്ങൾ ഞാനെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളും നമുക്ക് നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ ആശയങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന കുട്ടികൾ ഇന്ന്, അല്ലെങ്കിൽ യു ഹാവ് ടു ഡിഫൈൻ യുവർ ലൈഫ്. ജീവിതം എന്താണെന്ന്, എഡ്യൂക്കേഷൻ എന്താണെന്ന്, എല്ലാത്തിനും നിങ്ങളുടേതായ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഡിസ്കവറി ഓഫ് യുവർ ഓൺ ടാലൻറ്റ്സ് ആൻഡ് ഇൻവെൻറ്റിംഗ് യുവർ ഫ്യൂച്ചർ ഈസ് ബേസിക്കലി എഡ്യൂക്കേഷൻ എന്ന് ഞാൻ പറയും. ലേണിംഗ് എംപതി ആൻഡ് ഫോളോയിങ് എ ഡിസിപ്ലിൻഡ് ലൈഫ് വിത്ത് വിസ്ഡം ആൻഡ് നോളജ് ഇറ്റ് സെൽഫ് ഈസ് എഡ്യൂക്കേഷൻ എന്ന് ഞാൻ പറയും. അതാണ് എൻ്റെ ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഒരു കൂട്ടുകാരന്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസം എൻ്റേതാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി അവനെ സഹായിക്കുന്ന എംപത്തറ്റിക്കായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് ഒരു അർത്ഥത്തിൽ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് കേവലം അറിവ് സമ്പാദിക്കലല്ല, അറിവ് നേടുകയല്ല, മറിച്ച് അറിവ് നേടുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. എങ്ങനെയാണ്? തിരിച്ചറിവിൻ്റെ ബോധ്യവൃക്ഷച്ചോട്ടിൽ ഇരിക്കുകയും ഒപ്പം അനുഭവങ്ങൾ നേടുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്വഭാവ വിശുദ്ധി, ക്യാരക്ടർ എക്സലൻസ് എപ്പോഴും സഖ്യം വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം. രണ്ടാമത്തത് കമ്മിറ്റ്മെൻറ്റ് അഥവാ അർപ്പണബോധം. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ചെയ്താലും, അതൊരു മത്സരമായിക്കോട്ടെ, നിങ്ങളുടെ പഠനമായിക്കോട്ടെ, നിങ്ങളുടെ എക്സാമിനേഷൻ ആയിക്കോട്ടെ, എന്തിലും 100% ഡെഡിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഡോക്ടർ കലാം സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് 3D: ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ. ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നിങ്ങളെ തേടിയെത്തും. അർപ്പണബോധം ഉള്ളവരായി തീരുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സി എന്താണെന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് ആൻഡ് കൺവിക്ഷൻസ്. ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ കോൺഫിഡൻസ്, നമുക്ക് നിശ്ചയമുണ്ടായിരിക്കണം, ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. എനിക്ക് എന്നെ കൊണ്ട് പറ്റും. ഐ ക്യാൻ ഇഫ് ഐ തിങ്ക് ഐ ക്യാൻ, യു ക്യാൻ ഇഫ് യു തിങ്ക് യു ക്യാൻ. നമ്മളെ കൊണ്ട് പറ്റും. എപ്പോൾ നമുക്ക് പറ്റും എന്ന് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. സെൽഫ് കോൺഫിഡൻസ് ഈസ് എ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് സക്സസ്. ജീവിത വിജയത്തിൻ്റെ ആധാരശില ശരിക്കും പറഞ്ഞാൽ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേർട്ടസി അഥവാ മര്യാദ, റെസ്പെക്റ്റ്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായ ഒരു കാര്യമായിരിക്കും. വി മേ ഡിഫർ ടു ദെയർ ഐഡിയോളജി ഓർ ദെയർ തോട്ട്സ്, ബട്ട് വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് ഇൻഡിവിജ്വൽ. പരസ്പരമുള്ള ആദരവ്, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അത് പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിയേറ്റിവിറ്റി. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അത് യുണീക്ക് ആയിരിക്കണം. അതിൻ്റെ അകത്ത് നമ്മുടേതായ ഒരു ഫിംഗർ പ്രിൻറ്റ്, നമ്മുടേതായ ഒരു ഫുഡ് സ്റ്റെപ്സ്, നമ്മുടേതായ ഒരു ഒപ്പ് പതിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏതൊരു കാര്യം ചെയ്താലും യു ഹാവ് ടു ഡിസൈൻ യുവർ ഓൺ സിഗ്നേച്ചർ ഇൻ ഓൾ ദോസ് ആക്ടിവിറ്റീസ്. ഈ 5 C's ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് സി ക്യാരക്ടർ എക്സലൻസ്, രണ്ടാമത്തെ സി കമ്മിറ്റ്മെൻറ്റ് അഥവാ അർപ്പണബോധം, മൂന്നാമത്തത് കോൺഫിഡൻസ് ആൻഡ് കൺവിക്ഷൻ ദൃഢനിശ്ചയം ആത്മവിശ്വാസം, 4 കേർട്ടസി അഥവാ മര്യാദ ആദരവ്, 5 ക്രിയേറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നെവർ ഗീവ് അപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാകണം. എന്ത് കാര്യം നിങ്ങളുടെ പാഷൻസ് ആണെങ്കിലും, പാഷൻസ് അല്ലെങ്കിൽ ഡ്രീംസ് ക്യാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈവ് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. നെവർ ഗീവ് അപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കണം. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ജീവിതം, MS ധോണിയുടെ ജീവിതം, KFC കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ അതിൻ്റെ ഡിസൈനറായിട്ടുള്ള കേണൽ സാൻഡേഴ്സിൻ്റെ ജീവിതം ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉലയാത്ത പ്രതീക്ഷയും തളരാത്ത ആത്മവിശ്വാസവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ശൈല ടീച്ചറിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, ഇന്നൊവേറ്റീവായിട്ടുള്ള ഡെഫിനിഷൻസും ഇന്നൊവേറ്റീവായിട്ടുള്ള കോൺസെപ്റ്റ്സും നമുക്ക് ഉണ്ടാകുവാനായിട്ട്, നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ആർ ബോൺ ടു ബോസം.
ബ്ലോസം. ആടുന്ന കൊമ്പിലെ പാടുന്ന പക്ഷിയായി മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുവാനായിട്ട് ഞാൻ ഈ ഒരു സമയം ഏറ്റെടുക്കുകയാണ്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഖ്യം കൂട്ടുകാരെ, കുട്ടികളാൽ കുട്ടികൾക്ക് വേണ്ടി, ഓഫ് ദ ചിൽഡ്രൻ ബൈ ദ ചിൽഡ്രൻ ഫോർ ദ ചിൽഡ്രൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടനയാണ് അഖില കേരള ബാലജനസഖ്യം. ബാലജനസഖ്യം എന്നത് സ്നേഹത്തിൻ്റെ താഴ്വരയാണ്, അനുഭവങ്ങളുടെ കലവറയാണ്, സാമൂഹിക ക്ഷേമത്തിൻ്റെ തണൽ മരമാണ്, സാമൂഹിക നന്മയുടെ കരുതൽ സ്പർശമാണ്, തിരിച്ചറിവിൻ്റെ ബോധ്യവൃക്ഷമാണ്, സൗഹൃദത്തിൻ്റെ സ്വാന്തനാരാമമാണ്, അവസരങ്ങളുടെ സ്വപ്നമരീചികയാണ്. സഖ്യത്തെ വളരെ ലളിതമായി 3 വാക്കിലൂടെ ഞാൻ പറയാം. ബാലജനസഖ്യം എന്നാൽ സ്നേഹമാണ്, അത് സേവനമാണ്, അത് സൗഹൃദമാണ്. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, അഖില കേരള ബാലജനസഖ്യത്തിൻ്റെ ക്യാമ്പുകളിലൂടെയും സഖ്യത്തിൻ്റെ പരിപാടികളിലൂടെയും സഖ്യം നടത്തിയിട്ടുള്ള മത്സരങ്ങളും കൃത്യമായി പ്രയോജനപ്പെടുത്തി എത്രയോ കുട്ടികളാണ് അവരുടെ ഉള്ളിലെ ടാലൻസ് കണ്ടെത്തി സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അഭിനന്ദനാർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഡോക്ടർ ബാബു പോൾ സർ, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സർ സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാനകോശം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS സർ, സഖ്യത്തിൻ്റെ മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ ലിബിൻ രാജ് IRS സർ, ഇപ്പോൾ പത്തനംതിട്ടയുടെ കളക്ടറായി നിയമിതയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ദിവ്യ S അയ്യർ IAS, അതുപോലെ നിരവധി IAS ഓഫീസർമാർ, മാജിക്കിൻ്റെ സ്വപ്നലോകം നമ്മളെ വരച്ചു കാട്ടിത്തരുന്ന ബഹുമാനപ്പെട്ട മുതുകാട് സർ, അങ്ങനെ ഒരുപാട് പ്രമുഖരാണ് സഖ്യവേദികളിലൂടെ വളർന്നു വന്നത്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, പ്രിയപ്പെട്ട കായംകുളം യൂണിയൻ്റെ ലീഡേഴ്സ്, സമാനതകളില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെ ഭംഗിയായി, വളരെ അഭിനന്ദനാർഹമായി ഗാനാലാപന മത്സരം നടത്തി എന്നതിൽ പ്രത്യേകം നിങ്ങളെ ഓരോരുത്തരെയും, ഇതിൻ്റെ ലീഡേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കായംകുളം യൂണിയനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ശക്തി എന്നത് പരിചയസമ്പത്തുള്ള, ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, ഏറ്റവും സ്നേഹമുള്ള കരുത്തുറ്റ ബഹുമാനപ്പെട്ട യൂണിയൻ രക്ഷാധികാരി SM ബഷീർ സാറും, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കൃത്യമായ ക്രിയാത്മകമായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും വളരെ വലിയ ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷനായിട്ട് കുട്ടികളോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ സാറുമാണ്. ഇവരുടെ രണ്ടുപേരുടെയും സേവനം നിങ്ങൾക്കെല്ലാവർക്കും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇവരെ രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ, വിനയത്തോടു കൂടി നന്ദിയും കൃതജ്ഞതയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മക്കളുമാരെ, ഞാൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഗാനാലാപന മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. ഒപ്പം സമ്മാനാർഹരായ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും അഭിമാനത്തോടു കൂടി അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ നിങ്ങൾ പങ്കെടുക്കുക. ബാലജനസഖ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. കാലം സ്നേഹിക്കുന്ന വാക്കായി മാറുക. എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ബാലജനസഖ്യം. നന്ദി, നമസ്കാരം.